ബന്ധുക്കളെയും അയൽവീട്ടുകാരെയും സന്ദർശിച്ച് സംഭാഷണങ്ങൾ നടത്തി ആ വീട്ടുകാർക്ക് പരാതിയില്ലാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ നഷ്ടപരിഹാര തുക ആദ്യ ഗഡു നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്നെ അറിയിച്ചത്. അതെനിക്ക് ഈ അവസരത്തിൽ അനൗൺസ് ചെയ്യാൻ സാധിക്കില്ല എത്ര പണമാണ് കൊടുക്കുക എന്നത്. ഇപ്പോൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ മന്ത്രിമാർ പ്രഖ്യാപനം നടത്തുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട്, എന്നാലും നിയമാനുസൃതം ആ കുടുംബത്തിന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷണവും കൊടുക്കുന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും വനം വകുപ്പും വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അവിടുത്തെ MP അവിടെ സത്യാഗ്രഹം നടത്തുകയാണെന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. വീട്ടുകാരും കളക്ടറുമായി സംസാരിച്ചുണ്ടാക്കിയ ധാരണ നടപ്പിലാക്കും എന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടും ആ സമരം തുടർന്നു എന്ന് മാത്രമല്ല, വളരെയേറെ അധിക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്നെ ഉപദേശിച്ചത്, മുഖ്യമന്ത്രിയോട് ഉപദേശിച്ചത് വനം വകുപ്പ് മന്ത്രിയെ സുഖവാസ കേന്ദ്രത്തിലേക്ക് അയക്കണമെന്നാണ്. പക്ഷെ പത്തനംതിട്ടയിലെ ജനങ്ങൾ ആ സ്ഥാനാർത്ഥിയെ വനവാസത്തിന് സുഖചികിത്സക്ക് അയക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവിടെ ഷോ കാണിച്ച് മുതലെടുക്കാൻ നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയം ഞാൻ പഠിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ എൻ്റെ പാരമ്പര്യം അറിയാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. പക്ഷേ അദ്ദേഹം അവിടുത്തെ ജനങ്ങളോട് പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ ജില്ലയിലാണ് 65,000 കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടാനുള്ള അനുവാദത്തിന് വേണ്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി. 4 പ്രാവശ്യം ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം അനുവാദം നൽകാമെന്ന്. ഇത് സംബന്ധിച്ച ഒരക്ഷരം കർഷകർക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴിക്കുന്ന ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ചെയ്തിട്ടുണ്ടോ എന്ന് അവർ പത്തനംതിട്ടക്കാരോട് പറയട്ടെ. അതൊക്കെ പത്തനംതിട്ടക്കാർക്കറിയാം. അപ്പോൾ ആ രൂപത്തിൽ അധിക്ഷേപങ്ങളെല്ലാം, പിന്നെ ഈ നിയമത്തിൻ്റെ പ്രശ്നം കേന്ദ്ര നിയമമാണെന്ന് അറിയാത്തവരാണ് അവരെല്ലാവരും. കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതി ഒരു കേസ് പരിഗണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ PV അൻവർ MLA നൽകിയ ഹർജിയിന്മേലാണ്. അത് കേൾക്കേണ്ടത് ഹൈക്കോടതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്നുള്ള നിരീക്ഷണവും വന്നിട്ടുണ്ട്.